DRS എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഓർമ്മ വരിക MS ധോണിയാണ്. ധോണി വിളിച്ചാൽ ആ DRS തെറ്റാറില്ല. ധോണി റിവ്യൂ സിസ്റ്റം എന്നാണ് DRS അറിയപ്പെടുന്നത് തന്നെ. ഇപ്പോൾ ഇതാ ഇന്നത്തെ മത്സരത്തിൽ കോഹ്ലിയും അതുപോലൊരു കാര്യം ചെയ്തിരിക്കുകയാണ്. സാധാരണ DRS ക്യാപ്റ്റന്മാരാണ് വിളിക്കാറ്. എന്നാൽ ഇന്നത്തെ മാച്ചിൽ DRS കോഹ്ലിയാണ് വിളിച്ചത്. രോഹിത് ശർമ്മ പോലും ഒരു നിമിഷം ഞെട്ടിപ്പോയി. പിന്നീട് റിസൾട്ട് വന്നപ്പോൾ അതിനേക്കാൾ വലിയ അത്ഭുതമായിരുന്നു ആരാധകർക്കും. ഈ ഒരു സംഭവത്തെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നത്തെ രണ്ടാം ദിനം അവസാനിച്ചപ്പോൾ സൗത്ത് ആഫ്രിക്ക 5 വിക്കറ്റ് നഷ്ടത്തിൽ 256 റൺസ് എടുത്തിട്ടുണ്ട്. ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ 245 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. സൗത്ത് ആഫ്രിക്ക ഇപ്പോൾ സ്റ്റംപ് എടുക്കുമ്പോൾ 11 റൺസിന്റെ ലീഡ് നേടിയിട്ടുണ്ട്. ഇന്ന് രാഹുൽ സെഞ്ചുറി അടിച്ചിട്ടുണ്ടായിരുന്നു. സൗത്ത് ആഫ്രിക്കൻ നിരയിൽ മികച്ച കളി കാഴ്ചവെച്ചത് എൽഗാർ ആയിരുന്നു. താരം ഇപ്പോൾ നോട്ട് ഔട്ടാണ്. 140 റൺസ് എൽഗാർ എടുത്തിട്ടുണ്ട്. നാളെ ഇനി പെട്ടെന്ന് സൗത്ത് ആഫ്രിക്കയെ ഓൾ ഔട്ടാക്കി ഇന്ത്യ സെക്കൻഡ് ഇന്നിംഗ്സിൽ മികച്ച റൺസ് നേടിയാൽ ഇന്ത്യക്ക് ഈ ഒരു ടെസ്റ്റ് ജയിക്കാൻ സാധിക്കും. ഇന്ന് സൗത്ത് ആഫ്രിക്കൻ ടീമിന്റെ 4 വിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് ബൗൾ ചെയ്യാൻ എത്തിയത് പ്രസിദ്ധായിരുന്നു. സൗത്ത് ആഫ്രിക്കൻ ടീമിന് വേണ്ടി ക്രീസിലുണ്ടായിരുന്നത് കൈലെ വെറിയനായിരുന്നു. പ്രസിദ്ധ എറിഞ്ഞൊരു ബോള് രാഹുലിന്റെ കയ്യിലേക്ക് എത്തി. എല്ലാവരും അത് ഔട്ടിന് വേണ്ടി അപ്പീൽ ചെയ്തു. എന്നാൽ അമ്പയർ അത് ക്യാച്ച് കൊടുത്തില്ല. ഉടനടി വിരാട് കോഹ്ലി DRS എടുക്കുന്നതാണ് നമ്മൾ ഇന്ന് കണ്ടത്. രോഹിത് പോലും ഒരു നിമിഷം ഞെട്ടിപ്പോയി. കാരണം ക്യാപ്റ്റൻ അത് രോഹിത്താണ്. രോഹിത്തിനോട് പോലും ചോദിക്കാതെയാണ് കോഹ്ലി DRS എടുത്തത്. കാരണം കോഹ്ലിക്ക് അത് അത്രയും ഉറപ്പായിരുന്നു. വിക്കറ്റ് ഷുവറായിട്ട് കിട്ടുമെന്ന് കോഹ്ലി വിചാരിച്ചു. കോഹ്ലി DRS വിളിച്ചപ്പോൾ ഉടനെ തന്നെ രോഹിത് ശർമ്മയും അത് DRSന് കൊടുത്തു. പിന്നീട് തേർഡ് അമ്പയർ പരിശോധിച്ചു. റിസൾട്ട് വന്നപ്പോൾ രോഹിത് ശർമ്മ ഒന്ന് ഞെട്ടിപ്പോയി. കാരണം അത് ഔട്ടായിരുന്നു. താരത്തിന്റെ ബാറ്റിൽ ടിപ്പുണ്ടായിരുന്നു. അൾട്രാ എഡ്ജിൽ ഗ്രാഫ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോഹ്ലിയുടെ DRSൽ ഇന്ത്യക്ക് ഒരു വിക്കറ്റ് ലഭിച്ചു. ഈ നിമിഷം എല്ലാവരും ഓർത്തത് ധോണിയാണ്. ഇങ്ങനെ കൃത്യമായിട്ട് DRS വിളിക്കാറ് ധോണി തന്നെയാണ്. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയായാലും കോഹ്ലിയും ഇന്ന് ക്യാപ്റ്റൻസി ഏറ്റെടുത്തു. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.